ഹലോ. അപ്പോൾ ഇതാണ് കേട്ടോ തൃശ്ശൂരിലെ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് കോളേജ് 4 വർഷത്തെ BFA വിദ്യാലയം. കണ്ടോ, വളരെ സുന്ദരമായ പ്രകൃതി ഭംഗികളും ചുറ്റും പച്ചപ്പും മരങ്ങളും ഒക്കെ സുന്ദരമായ ഒരു കോളേജാണ് കേട്ടോ. കണ്ടോ, ശില്പികളും എല്ലാം ഉണ്ട്. ഒരു മനോഹരമായ വിദ്യാലയമാണ് കേട്ടത് 4 വർഷത്തെ. അപ്പോൾ നമുക്ക് വിദ്യാലയത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇവിടെ ഫസ്റ്റ് ഇയറിൽ 47 കുട്ടികളായിട്ടുണ്ടാവുക. അങ്ങനെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. അപ്പോൾ ഇതാണ് കോളേജിലെ ഓഫീസ് റൂമാണിത്. അങ്ങനെ നേരെ നടന്ന് ഇവിടെ കുറേ ശില്പികളൊക്കെ നമ്മളെ സ്റ്റുഡൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് സ്കൾപ്ചർ സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ട് അത് കവർ ചെയ്യുന്നുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ളൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. സ്കൾപ്ചർ കണ്ടില്ലേ, നല്ല മനോഹരമായ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഒരു സ്കൾപ്ചർ സ്റ്റുഡിയോ ആണ് കേട്ടോ. സ്കൾപ്ചറിലെ സാറാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് വളരെ ഫ്രീഡം ഉള്ളൊരു കോളേജാണ് കേട്ടോ ഇത്. നമുക്കിഷ്ടമുള്ള എന്തും ചെയ്യാം. അപ്പോൾ ഇവരൊരു വർക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ, എന്തോ കമ്പിയൊക്കെ വെച്ചിട്ട്. ഇതാണ് കേട്ടോ കോളേജിലെ നമ്മളെ പ്രിൻറ്റിങ് സ്റ്റുഡിയോ ആണ്. സെക്കൻഡ് ഇയർ നമ്മൾ പെയിൻറ്റിങ് എടുത്താൽ പെയിൻറ്റിങ്ങിൽ ഒരു സബ്ജക്റ്റാണ് കേട്ടോ പ്രിൻറ്റിങ് സ്റ്റുഡിയോ, പ്രിൻറ്റിങ്. അപ്പോൾ പ്രിൻറ്റിങ് കുറച്ച് ടഫുള്ള പരിപാടിയാണ്. അപ്പം പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. കണ്ടില്ലേ, ഒരു സ്റ്റുഡൻറ്റ് ചെയ്ത് വെച്ചാൽ കുറേ ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻറ്റ് മേക്കിങ്ങിലെ മിസ്സാണ് കേട്ടോ അത്. ഇത് പെയിൻറ്റിങ് റൂമാണ് കേട്ടോ. ഓരോരുത്തർ പെയിൻറ്റിങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ക്യാൻവാസിൽ. പെയിൻറ്റിങ് വളരെ മനോഹരമായ പെയിൻറ്റിങ് ഒക്കെ ചെയ്തു വെച്ചിട്ട്. ഇത് ഫോർത്ത് ഇയറിലെ പെയിൻറ്റിങ് റൂമാണ് കേട്ടത്. ഇത് സ്കൾപ്ചറിലെ സ്റ്റുഡൻ്റാണ് അലൻ. അവനവിടെ അവൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്ലൈഡ് ആയിട്ട്, ഫോർത്ത് ഇയറിൽ അപ്ലൈഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അമൃതേഷ്. അപ്പോൾ ഇത് കോളേജിലെ മേലത്തെ ഇതാട്ടോ. ഇത് ഫോട്ടോഗ്രാഫി റൂമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഫോട്ടോഗ്രാഫി എടുക്കാറ്. ഇത് സെറിഗ്രാഫി റൂം. ഇതാണ് നമ്മളെ കോളേജിലെ മെയിനായിട്ടുള്ള ഗാലറി. എക്സിബിഷൻസ് അങ്ങനെ ഷോസൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ട് വെക്കാറ്. പിന്നെ ബാക്കിയുള്ള കോളേജിലെ റൂമൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് അവിടെയും വെക്കും. മെയിനായിട്ട് ഇവിടെയാണ് ഉണ്ടാവാറ് കുറച്ച് വർക്കൊക്കെ ഉള്ളെങ്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്കാട്ടോ സ്റ്റെപ്പ് കയറി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ മേലെ നടന്ന് അവിടെ ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യുന്നിട്ടുണ്ട്. അവൻ്റെ വർക്ക് അങ്ങോട്ടേക്ക് ആരും അങ്ങനെ പോകാറില്ല. അപ്പോൾ അവൻ്റെ വർക്ക് അവിടുന്ന് മാറ്റും. അപ്പോൾ അവനക്ക് പീസായിട്ട് ആരും ഇല്ലാണ്ടിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലിരുന്ന് അവൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇല്ല, നല്ല രസമായ നല്ല ഭംഗിയുള്ളൊരു വർക്കാട്ടോ അവൻ്റെ. ഇത് ചെയ്യാൻ കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ലൈബ്രറി കേട്ടോ. ഇവിടെ വന്നിങ്ങനെ പുസ്തകം വായിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായാലും ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ബുക്ക് എടുത്ത് വായിക്കാം. നല്ല മനോഹരമായി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്ന് അങ്ങനെ പുസ്തകം നോക്കി വായിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം നമ്മളെ ലൈബ്രറി. ഇപ്പം ഞാനൊരു ബുക്കൊക്കെ എടുത്തിട്ട് വായിക്കുകയാണ്. വായിക്കാനൊന്നുമില്ല, കുറേ പെയിൻറ്റിങ്ങിൻ്റെ പിക്ചേഴ്സൊക്കെ ഉള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ ബുക്കാട്ടോ. അപ്പോൾ ഞാൻ അതിലെ പിക്ചേഴ്സൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് സെറിഗ്രാഫി പ്രിൻ്റ് എടുത്തതാട്ടോ. ഞങ്ങൾ സെറിഗ്രാഫിയിൽ പ്രിൻ്റ് ചെയ്ത് വെച്ച വർക്കുകളാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും ഒരു പെയിൻറ്റിങ് റൂമാണ് കേട്ടോ. ഇത് ജൂനിയേഴ്സിൻ്റെ പെയിൻറ്റിങ് റൂമാണ്. കണ്ടില്ല, നല്ല ഭംഗിയുള്ള മരങ്ങളും ഒക്കെ. നമുക്ക് എന്താ വെച്ചിട്ടാ ചിത്രം വരച്ച് ഇവിടെ ഒട്ടിച്ചൊക്കെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുക ഒക്കെ. അസസ്മെൻറ്റ് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വർക്ക് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഇത് സുമ ശ്രീലാൽ, സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ വിദ്യാർത്ഥിയാട്ടോ. അങ്ങനെ കണ്ടില്ല, ധാരാളം വളരെ രസകരമായ വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചായ കുടിച്ച് സാറുമാരും ഞങ്ങൾ സ്റ്റുഡൻസും എല്ലാവരും കൂടി തമാശ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാട്ടോ ഈവനിങ്. ഈ ഞങ്ങളെ കോളേജിൻ്റെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ട്, ടീ കട. അതിൻ്റെ അവിടെ നിന്ന് ചായ കുടിച്ചിരിക്കാൻ നല്ല രസമാട്ടോ.